കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ രാത്രി നിധി വെള്ളം കുടിക്കാനും വേണ്ടിയിട്ട് എണീറ്റിരിക്കുകയാണ്. അങ്ങനെ അടുക്കളയിൽ പോയി നിധി വെള്ളം കുടിക്കുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് നിന്ന് ശബ്ദം കേട്ട് നിധി വാതിലിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് നികേഷിൻ്റെ അമ്മയും വേറൊരു പുരുഷനും സംസാരിക്കുന്നത് നിധി കാണുന്നുണ്ട്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ നികേഷിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പണം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, പണം കിട്ടിയിട്ടില്ല, അവർ പണം എവിടെയാണ് വെച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാനത് കണ്ടുപിടിച്ചത്, അത് അവിടെ നിന്ന് എടുക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെയുള്ളവരെല്ലാവരും ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് നന്നായിട്ട് ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ നിനക്ക് പോരാൻ താല്പര്യം ഉണ്ടാവില്ലെന്ന് പറയാണ്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ പോരാനാ, ഞാൻ ഇവിടെ നികേഷിൻ്റെ അമ്മയായിട്ട് വന്നതല്ലേ, എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പോരാൻ പറ്റില്ല, ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ പണമില്ലാതെ പോന്നാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ ചോദിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങളെല്ലാം കൊടുക്കാനുള്ളതാണ്, എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ നാട് വിട്ടു പോയത് തന്നെ, നിനക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ നീ ഇങ്ങോട്ടേക്ക് പോന്നു, ഇപ്പം നിനക്ക് എൻ്റെ കൂടെ പോരാൻ താല്പര്യം ഉണ്ടാവില്ല, കാരണം ഒരുപാട് കടങ്ങളുണ്ടല്ലോ, അതെല്ലാം കൊടുത്ത് തീർക്കണമല്ലോ, അതിന് കഴിയുന്നില്ലല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് നിനക്ക് നന്നായിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത് കൊണ്ട് നിനക്ക് പോരാൻ കഴിയുന്നുണ്ടാവില്ലല്ലേ എന്ന് പറയണേ. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊന്നുമല്ല, എനിക്ക് പണം അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാനെങ്ങനെ പണം എടുക്കുക, ഈ വീട്ടിൽ നിറച്ച ആളുകളല്ലേ, അവരൊക്കെ കാണാതെ ആ പണം വെച്ചെടുത്തുനിന്ന് എടുക്കണ്ടേ, അവരൊക്കെ ഉറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, ഇപ്പോൾ അവരെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ പോയി പണം എടുത്തിട്ട് വരാമെന്ന് പറയണേ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിധി കുറച്ച് അപ്പുറത്ത് മാറി നിന്ന് കേൾക്കുന്നുണ്ടാകും. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നിധിക്ക് സങ്കടമാവും. അപ്പോൾ നിധി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, പാവം നികേഷ്, അവൻ്റെ അമ്മ ഇത്ര വലിയ വഞ്ചകയായിരുന്നു എന്ന് ചിന്തിക്കും. ആ സമയത്ത് പിന്നീട് അവരെ തന്നെയാണ് കാണിക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് പോയി പണം എടുത്തുകൊണ്ട് വാ, എന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറയണേ. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് പണം എടുത്ത് നിങ്ങളുടെ കൂടെ പോരാൻ പറ്റില്ല എന്നൊക്കെ പറയണേ. അയാൾ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും പണം എടുത്ത് എൻ്റെ കൂടെ പോരാനോ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുക എന്ന് പറയണേ. അപ്പോൾ നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ പോയി പണം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിൻ്റെ അമ്മ അകത്തോട്ടേക്ക് പോകുകയാണ്. ആ സമയത്ത് നിധി അവിടെ നിന്ന് ഓടി റൂമിലോട്ട് പോയി കതകടച്ച് അവിടെ ഇരിക്കുകയാണ്. നികേഷിൻ്റെ അമ്മ നോക്കുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയില്ലേ എന്ന് നോക്കിയ ശേഷം പണം വെച്ചിരിക്കുന്ന ബാഗ് ശബ്ദമില്ലാതെ എടുക്കുകയാണ്. അങ്ങനെ നിധി മുറിയിൽ നിന്നും എല്ലാം പുറത്തോട്ടേക്ക് നോക്കുന്നുണ്ട്, അവരെന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ നികേഷിൻ്റെ അമ്മ അതിൽ നിന്നും പണം എടുക്കുകയാണ്. ആ സമയത്ത് നിധി റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ഇവിടെ പണിയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പണം മറച്ച് പിടിക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്കൊരു പണിയില്ല, എന്താ നിങ്ങളെ കയ്യിലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയും, എൻ്റെ കയ്യിലൊന്നുമില്ലെന്ന് പറയും. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിധി അവരുടെ കൈ കയറി പിടിക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ അവർ പറയും, ഞാൻ ഈ പണം ഇവിടെ ഭദ്രമായി ഇരിക്കുന്നില്ലേ എന്ന് നോക്കാൻ വന്നതാണ്, ഇനി പണം വെച്ചത് ഇനി വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് നോക്കണ്ടേ. നിധി നികേഷിൻ്റെ അമ്മയുടെ കൈ കയറി പിടിച്ച് ചോദിക്കും, എന്താ നിങ്ങളിവിടെ ചെയ്യുന്നത്, പണം എടുത്ത് മുങ്ങാൻ നോക്കുകയാണോ ചോദിക്കും. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും, പണം എടുത്ത് മുങ്ങാൻ നോക്കി, അതൊന്നുമല്ല, വെളിയിൽ ഒരാളുണ്ടല്ലോ, അത് ആരാണെന്ന് ചോദിക്കും. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും, വെളിയിൽ ആരും ഇല്ലല്ലോ എന്ന് പറയും. വെളിയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അത് ആരാണെന്ന് പറയുമെന്ന് പറയും. നിങ്ങൾ നികേഷിൻ്റെ അമ്മ തന്നെയാണോ, നിങ്ങൾ എന്തൊരമ്മയാണ് എന്നൊക്കെ നിധി ദേഷ്യത്തോടു കൂടി നികേഷിൻ്റെ അമ്മയോട് ചോദിക്കും. പണം എടുത്ത് ആ പുറത്ത് നിൽക്കുന്ന ആളുടെ കൂടെ പോകാനല്ലായിരുന്നു നിങ്ങളുടെ പ്ലാൻ എന്ന് പറയും. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും, അങ്ങനെയൊന്നുമല്ല അപ്പോൾ നിധി പറയും, ഞാൻ കേട്ടതാണ് നിങ്ങൾ സംസാരിക്കുന്നത്, പണം എടുത്ത് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു എന്ന് പറയും. വെറുതെ അല്ല, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ കള്ളിയാണെന്ന്, നിങ്ങൾ വന്ന അന്ന് മുതൽ പറയുന്നതെല്ലാം നുണയാണ്, പക്ഷേ അത് കണ്ണും പൊട്ടി വിശ്വസിച്ചു ഞാൻ എല്ലാവരെയും വിളിച്ചുണർത്താൻ പോകുകയാണ്, ഇനി പെട്ടെന്ന് തന്നെ ഞാൻ പോലീസിനെയും വിളിച്ചു വരുത്തും, എന്നിട്ട് നിങ്ങളുടെ പേരിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും എന്നൊക്കെ നികേഷിൻ്റെ അമ്മയോട് പറയും. പോലീസിനെ വിളിക്കാൻ പോകുകയാണെന്ന് പറയുന്ന സമയത്ത് നിധിയെ തള്ളിയിട്ട് നികേഷിൻ്റെ അമ്മ ഓടി രക്ഷപ്പെടും. ആ സമയത്ത് പുറത്ത് നിൽക്കുന്ന ആളോട് നികേഷിൻ്റെ അമ്മ പറയും, പെട്ടെന്ന് പോരുക, വീട്ടിലുള്ളവരെല്ലാം അറിഞ്ഞിരിക്കുന്ന, ഓടി രക്ഷപ്പെടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും അവർ ഓടി രക്ഷപ്പെടും. കൂടെ നിധിയും ഓടും. അങ്ങനെ അവരെ പിടിക്കാൻ നിധിക്ക് കഴിയില്ല. അങ്ങനെ നിധി അകത്തോട്ടേക്ക് വരും. ഇവരോട് ഇപ്പം പറയണ്ട, പിന്നീട് പറയാം, പാവൻ നികേഷ്, അമ്മ വന്നതിലുള്ള സന്തോഷത്തിലായിരുന്നു, ഇപ്പോൾ അമ്മ ഇങ്ങനെയുള്ളൊരു
വഞ്ചകിയാണെന്ന് മനസ്സിലാക്കിയ നികേഷ് എത്രമാത്രം സങ്കടപ്പെടുമെന്ന് നിധി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന ഞാനാണ് ഏറ്റവും വലിയ പാപി, അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നിധി ഇങ്ങനെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം അടുക്കളയിൽ സുഭാഷ് എല്ലാവർക്കും വേണ്ടിയുള്ള ചായ ഉണ്ടാക്കുകയായിരിക്കും. ആ സമയത്ത് അങ്ങോട്ടേക്ക് നിധി വരും. എന്നിട്ട് നിധി ചോദിക്കും, സുഭാഷ് ഏട്ട എവിടെ അമ്മ എന്ന് ചോദിക്കും. ആ സമയത്ത് സുഭാഷ് പറയും, ഞാനും എണീറ്റ സമയത്ത് അമ്മയെ കണ്ടില്ല, അമ്മ ഇനി പുറത്തോട്ടേക്കോ വല്ല അമ്പലത്തിലോ പോയതായിരിക്കും, ഇനി കുറച്ച് കഴിഞ്ഞാൽ വരുമായിരിക്കും. പക്ഷെ നിധി പുറത്തോട്ടേക്ക് നോക്കി നിൽക്കണം, ഇനി എങ്ങാനും ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് കരുതിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം സുഭാഷ് എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് വരും. ആ സമയത്ത് എല്ലാവരും ചായ വാങ്ങിക്കും. അപ്പോൾ നികേഷിന് ചായ കൊടുക്കുന്ന സമയത്ത് നികേഷ് പറയും, എനിക്കിപ്പോൾ ചായ വേണ്ടെന്ന്. നികേഷിന് തൻ്റെ അമ്മയെ കാണാത്തതിലുള്ള സങ്കടത്തിലായിരിക്കും. ആ സമയത്ത് നികേഷ് ചോദിക്കും, എങ്ങോട്ടേക്കായിരിക്കും അമ്മ ഇപ്പോൾ പോയതെന്ന് പറയും. സുഭാഷ് പറയും, കുറേ സമയമായല്ലോ, ഇത്ര സമയമായിട്ടും അമ്മ പുറത്ത് പോയിട്ട് വന്നിട്ടില്ലല്ലോ, നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്കുമെന്ന് നികേഷിനോട് പറയും. ആ സമയത്ത് നികേഷ് ഫോണെടുത്ത് അമ്മയ്ക്ക് അടിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ആ സമയത്ത് നികേഷ് പറയും, ഫോൺ സ്വിച്ച് ഓഫാണ് എന്നാണല്ലോ പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ സുഭാഷ് പറയും, അമ്മ ഇപ്പോൾ വരുമായിരിക്കും, നമുക്ക് കുറച്ച് നേരം കൂടിയും കാത്തു നിൽക്കാമെന്ന് പറയും. പക്ഷേ നികേഷിന് തൻ്റെ അമ്മയെ കാണാത്തതിലുള്ള സങ്കടത്തിൽ നികേഷ് അവിടെ എല്ലായിടത്തും അമ്മയെ അന്വേഷിക്കും. പുറത്ത് പോയിട്ട് അമ്മയെ എന്ന് വിളിച്ച് എല്ലായിടത്തും പോയി അന്വേഷിക്കും. പുറത്തെല്ലാം പോയി അന്വേഷിക്കുന്ന സമയത്ത് നികേഷ് അമ്മയെ കാണുന്നില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരും. വീട്ടിലോട്ട് വന്നതിന് ശേഷം സുഭാഷ് ചോദിക്കും, അമ്മയെ കണ്ടോ എന്ന് ചോദിക്കും. ആ സമയത്ത് നികേഷ് പറയും, അമ്മയെ എവിടെയും കണ്ടില്ല. അപ്പോൾ സുഭാഷ് പറയും, സമയം 8:30 മണിയായല്ലോ, ഇത്ര സമയമായിട്ടും അമ്മ എന്താ വരാത്തത്, കുറേ സമയമായല്ലോ എന്ന് പറയും. നികേഷ് സുഭാഷിനോട് ചോദിക്കും, ഏട്ടൻ എണീറ്റ് വന്നിരുന്ന സമയത്ത് അമ്മയെ കണ്ടിരുന്നോ എന്ന്. ആ സമയത്ത് സുഭാഷ് പറയും, ഇല്ലടാ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് അമ്മ ഇവിടെ എവിടെയും ഉണ്ടായിരുന്നില്ലെന്ന് പറയും. അപ്പോൾ പിന്നീട് നിധിയോട് ചോദിക്കും, ഏട്ടത്തി കണ്ടിരുന്നോ അമ്മയെ എന്ന്. ആ സമയത്ത് നിധി പറയും, ഇല്ലടാ, ഞാനും കണ്ടിട്ടില്ല, ഞാനും സുഭാഷ് ഏട്ടനോട് ചോദിച്ചത് അമ്മ എവിടെ പോയെന്ന്. അപ്പോൾ നികേഷ് പറയും, ഇനി അമ്മ എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഇനി എങ്ങനെ കണ്ടെത്തുമെന്ന് പറയും. ആ സമയത്ത് നികേഷ് ഇങ്ങനെ ആലോചിക്കും, അമ്മയെ ഭാസ്കരൻ തല്ലുന്നതും അടിക്കുന്നതുമെല്ലാം, അപ്പോൾ ഇനി അച്ഛൻ എന്തെങ്കിലും ചെയ്തോ എന്നായിരിക്കും നികേഷ് ചിന്തിക്കുന്നുണ്ടാവുക. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരും. അപ്പോൾ ഭാസ്കരനോട് ചോദിക്കും സുഭാഷ്, അമ്മയെ കണ്ടിരുന്നോ എന്ന്. ആ സമയത്ത് ഭാസ്കരൻ പറയും, നിൻ്റെ അമ്മ മരിച്ചു പോയില്ലേ, അല്ല നികേഷിൻ്റെ അമ്മയെ കണ്ടിരുന്നോ എന്ന്, അവളെക്കുറിച്ച് എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അകത്തോട്ടേക്ക് കയറിപ്പോകും. ഭാസ്കരൻ അകത്ത് നിന്നും പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് നികേഷ് ദേഷ്യത്തോടു കൂടി ഭാസ്കരനോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അമ്മയെ എങ്ങോട്ടേക്കാണ് പറഞ്ഞയച്ചതെന്ന് ചോദിക്കും. ഒന്നും മിണ്ടാതെ ഭാസ്കരൻ ഇങ്ങനെ നിൽക്കും. ഇയാൾ കാരണം തന്നെയായിരിക്കും എൻ്റെ അമ്മ ഇവിടെ നിന്ന് പോയത്. അമ്മയെ ഇന്നലെ ഒരുപാട് തല്ലിയതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ അല്ലേ, ഞാൻ ചെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ എൻ്റെ അമ്മയെ കൊന്ന് കളഞ്ഞേനെ, അതുകൊണ്ട് അമ്മ പേടിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ടാകും. സമയത്ത് നിധി പറയും, അച്ഛൻ അതൊന്നും അറിയില്ല, നീ അച്ഛനോടാണോ ചോദിക്കുന്നത്. അപ്പോൾ നികേഷ് പറയും, ഇയാളോട് തന്നെയാണ് ചോദിക്കേണ്ടത്, ഇയാൾ കാരണം തന്നെയായിരിക്കും എൻ്റെ അമ്മ വീട് വിട്ട് പോയിട്ടുണ്ടാവുക, ഇയാളാണ് എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് നികേഷ് ദേഷ്യത്തോടു കൂടി പറയും. നികേഷ് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ്റെ ഷർട്ടിൽ കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, എൻ്റെ അമ്മയെ നിങ്ങൾ എന്താ ചെയ്തത്, എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിക്കും. ആ സമയത്തും ഭാസ്കരൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. നിധി പറയും, വിടടാ അച്ഛനെ എന്ന് പറഞ്ഞുകൊണ്ട് നിധിയും സുഭാഷും അവരെ പിടിച്ചു മാറ്റും. എന്നിട്ട് ഭാസ്കരൻ അവിടെ നിന്നും നമ്മളുടെ നികേഷിനെ തട്ടി മാറ്റി പുറത്തോട്ടേക്ക് പോകും. സുഭാഷ് പറയും, അമ്മ ഇങ്ങോട്ടേക്ക് തന്നെ വരിക എന്ന് പറയും. ആ സമയത്ത് നികേഷ് പറയും, അമ്മ എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത്, ഇത്ര നേരമായിട്ടും സുഭാഷ് ഏട്ടൻ വന്നിട്ടില്ലല്ലോ, ഇപ്പോൾ അമ്മയെ കാണാനില്ലാതായിട്ട് ഒരു 3 മണിക്കൂറിലേറെ ആയില്ലേ, രാവിലെ എണീറ്റ സമയത്ത് നമ്മൾ ആരും അമ്മയെ കണ്ടിട്ടും ഇല്ല, അപ്പോൾ അമ്മ എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുക എന്ന് പറയും. ആ സമയത്ത് നികേഷ് പറയും, ഇനി അമ്മയ്ക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സുധീഷ് പറയും, അമ്മയ്ക്ക് വഴി അറിയില്ലെങ്കിൽ എന്താ, അമ്മ ചെറിയ കുഞ്ഞൊന്നുമല്ലല്ലോ, അമ്മ ചോദിച്ചറിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറയും. ആ സമയത്ത് ഹരീഷ് പറയും, ഇനി അമ്മ ഈ വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മടുത്തിട്ട് ഇവിടെ നിന്നും പോയതാകുമെന്ന് പറയും. ആ സമയത്ത് നിധി ആലോചിക്കും, നികേഷിൻ്റെ അമ്മ
നികേഷിൻ്റെ അമ്മ വേറൊരാളോട് പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും ഞാനാണ് ചെയ്യുന്നതെന്ന്. അത് നമ്മളുടെ നിധി ഇങ്ങനെ ചിന്തിക്കും. പിന്നീട് കരഞ്ഞുകൊണ്ട് നമ്മളുടെ നികേഷ് മുറിയിലോട്ട് പോകും. റൂമിലിരുന്ന് കരയുന്ന നികേഷിൻ്റെ അടുത്തോട്ടേക്ക് സുഭാഷും സുധീഷും അതുപോലെ ഹരീഷും വരും. എന്നിട്ട് അവനോട് പറയും, കരയല്ലടാ, അമ്മ ഇങ്ങോട്ടേക്ക് തന്നെ വരും, നീ ഇങ്ങനെ കരഞ്ഞാലോ, അമ്മയെ നമ്മൾ എവിടെയാണെന്ന് അന്വേഷിക്കാം എന്ന് പറയും. ആ സമയത്ത് നിധിക്ക് ഇതെല്ലാം അറിയാമല്ലോ എന്ന് കരുതി നിധി മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് പോകും. പുറത്തോട്ടേക്ക് ചെന്നതിന് ശേഷം നിധി ചെന്ന് ഭാസ്കരനെ ഇങ്ങനെ നോക്കും. ആ സമയത്ത് ഭാസ്കരനും നിധിയെ ഇങ്ങനെ നോക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.